മുംബൈ എന്ന് ഇന്നറിയപ്പെടുന്ന പഴയ ബോംബെ 70കളിലും 80കളിലും ഒക്കെ വളർന്ന ആളുകൾക്ക് ഒരു അത്ഭുത നഗരമാണ്, ഒരു സ്വപ്ന നഗരമാണ്, ഒരു സിനിമാ കഥ പോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വലിയ വലിയ സംഭവങ്ങളുടെ കേന്ദ്രമാണ്. അധോലോകത്തിൻ്റെ, ബോളിവുഡിൻ്റെ, വലിയ വ്യവസായങ്ങളുടെയൊക്കെ ഒരു നഗരം. ഒരു വിദേശയാത്ര തടസ്സപ്പെടുകയും അടുത്ത ആഴ്ച മുതൽ സഫാരിയിൽ സഞ്ചാരത്തിൻ്റേതായ ഏത് എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യുമെന്നുള്ള ടെൻഷനിൽ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു, നേരെ വണ്ടി വിടുക ബോംബെക്ക്. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമെടുത്തു, പുലർകാലത്തുള്ളൊരു ഫ്ലൈറ്റിൽ ബോംബെയിലേക്ക്. കൊച്ചി എയർപോർട്ടിൽ വെച്ചാണ് ഞാൻ ബോംബെയിൽ അടുത്ത 2 ദിവസം താമസിക്കാനുള്ള ഹോട്ടൽ മുറി പോലും ബുക്ക് ചെയ്യുന്നത്. ആ വിമാനത്തിലിരിക്കുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഓർത്തു. 10-25 വർഷങ്ങൾക്ക് മുമ്പ് 1993 ഞാൻ ആദ്യമായിട്ട് ബോംബെ ചെന്നിറങ്ങുന്നത്. അത് ബോംബെയിലേക്കുള്ള എൻ്റെ ആദ്യ യാത്ര മാത്രമായിരുന്നില്ല, എൻ്റെ ആദ്യ വിമാനയാത്ര അതായിരുന്നു. അതിൻ്റെ രസകരമായൊരു കഥയുണ്ട്. എൻ്റെ പഠനം ഒരു വശം നടക്കുന്നുണ്ട്, എങ്കിലും ഈ ലേബർ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ മുഴുകിയിരുന്നു. ലേബർ ഇന്ത്യക്ക് അക്കാലത്ത് പേപ്പർ, ന്യൂസ് പ്രിൻ്റ് കിട്ടുന്നത് വളരെ ദുഷ്കരമായിരുന്നു. ആവശ്യത്തിനുള്ള പേപ്പർ നമുക്ക് ലഭിക്കാതിരുന്ന ഒരു കാലമാണ്. അന്ന് ന്യൂസ് പ്രിൻറ്റിന് കോട്ടാ സമ്പ്രദായമുണ്ട്. വിദേശത്തു നിന്നുള്ള ന്യൂസ് പ്രിൻ്റുണ്ട്, ഇന്ത്യയിലുണ്ടാക്കുന്ന ന്യൂസ് പ്രിൻ്റുണ്ട്. പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ വിദേശ ന്യൂസ് പ്രിൻ്റാണ്. ഈ വിദേശ ന്യൂസ് പ്രിൻ്റ് നമ്മളെപ്പോലുള്ള പ്രസ്സുകൾക്ക് അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾക്ക് തരുന്നത് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ സ്ഥാപനമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം, STC എന്ന് പറയും. അപ്പോൾ STC വഴി നമുക്ക് ഓർഡർ ചെയ്യാം. അങ്ങനെ അടുത്തൊരു വർഷത്തേക്ക് ആദ്യ മാസങ്ങളിലേക്ക് ആവശ്യമുള്ള പേപ്പർ ലേബർ ഇന്ത്യ ഓർഡർ ചെയ്തു STC വഴി. അപ്പോൾ STC എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, ചൈനയിൽ നിന്ന്, കാനഡയിൽ നിന്നൊക്കെ ന്യൂസ് പ്രിൻ്റ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഏജൻസിയാണ്. അപ്പോൾ നമ്മളുടെ ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ അതുകൂടി അവർ ആ കൂടെ കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം, ഏപ്രിൽ മാസത്തിലെ ഒരു ദിവസം, നമുക്കൊരു വിവരം STCയിൽ നിന്ന് കിട്ടുന്നു. നിങ്ങൾക്ക് വേണ്ടി കൂടി കൊണ്ടുവന്ന പേപ്പറുമായി വന്ന കപ്പലിൽ കടൽക്ഷോഭത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ആ കപ്പലിൽ കുറേ ഭാഗത്ത് വെള്ളം കയറി. അതിൽ നിങ്ങളുടെ വേണ്ടി കരുതിയിരുന്ന റഷ്യൻ ന്യൂസ് പ്രിൻ്റ് നനഞ്ഞു പോയിട്ടുണ്ട് കുറേ. അത് പോർട്ടിൽ കൊണ്ട് നിറക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ഉടൻ തന്നെ അവിടെ വരണം, അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം. അതുകൂടാതെ തന്നെ അത് അവിടുന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്യാം, അത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ പൈസ കിട്ടും. STC കേന്ദ്ര സർക്കാർ സ്ഥാപനം, അവർ അതിന് നഷ്ടപരിഹാരമൊന്നും തരില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ വേറൊരു പ്രശ്നം നടക്കുന്നുണ്ട്. 93 മാർച്ച് മാസത്തിലായിരുന്നു ബോംബെ ആകെ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ തന്നെ ആകെ നടുക്കിക്കളഞ്ഞ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. മുംബൈ ബോംബ് സ്ഫോടനങ്ങൾ 10-12 സ്ഥലങ്ങളിൽ ഏതാണ്ട് 2 മണിക്കൂറിൻ്റെ ഇടവേളകളിൽ ട്രെയിനുകളിൽ, പൊതുസ്ഥലങ്ങളിലൊക്കെ ബോംബുകൾ നിരന്തരം പൊട്ടി ബോംബെ ആകെ വിറങ്ങലിച്ച് തകർന്നു പോയ നാളുകളായിരുന്നത്. ആകപ്പാടെ സംഘർഷഭരിതമായ ദിവസങ്ങളാണ്. ഏതാണ്ട് 150-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നതെങ്കിലും 200-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക വിവരം. RDX എന്ന ആ സ്ഫോടന വസ്തു ഉപയോഗിച്ച് നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആക്രമണ പരമ്പര. രാജ്യമാകെ പ്രശ്നത്തിലായി, നടുങ്ങി വിറച്ച് നിൽക്കുന്ന ആളുകൾ. അപ്പോഴാണ് ഈ വിവരവും കൂടെ കിട്ടുന്നത്. ഉടനെ തന്നെ ബോംബെയിലെത്തി ഇത് വെരിഫൈ ചെയ്യണം. അപ്പോൾ സാഹസികനായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണല്ലോ. എൻ്റെ പിതാവ് ഒരു ഓഫർ വെച്ചു, നീ ബോംബെ വരെ പോകണം, പോയിട്ട് ഈ ന്യൂസ് പ്രിൻ്റ് അവിടെ നിന്ന് ക്ലിയർ ചെയ്യണം. ഇതിനകത്ത് ഡാമേജ് ഇല്ലാത്ത പേപ്പർ ഉണ്ടെങ്കിൽ അത് ബോംബെയിൽ ഏതെങ്കിലും ആളുകൾക്ക്, അവിടെ ബ്ലാക്ക് മാർക്കറ്റുണ്ട്, അവിടെ വിൽക്കണം. അതിന് ഇത്തരം ന്യൂസ് പ്രിൻ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഏജൻസികളെ കണ്ടുപിടിക്കണം, ബോംബെ ചെല്ലണം. അവിടുന്ന് ഇനി ബോംബെ പോർട്ടിൽ നിന്ന് ലോറിയിൽ കയറ്റി ഈ ഡാമേജായ ന്യൂസ് പ്രിൻ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ലാഭകരമല്ല. എന്ന് മാത്രമല്ല വലിയ ദുരിതമാണ്. ബോംബെ പോയി ഈ പരിപാടി നീ ക്ലിയർ ചെയ്തിട്ട് വരണം. നിനക്ക് വിമാന ടിക്കറ്റ് എടുത്തു തരും, നിനക്ക് വിമാനത്തിൽ കയറി പോകാം. അപ്പോൾ അതൊരു വലിയ ഓഫറാണ്. അല്ലേ തന്നെ ബോംബെക്ക് പോകാൻ പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. യാത്ര നമ്മുടെ രക്തത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയല്ലേ. അങ്ങനെ കൊച്ചിയിലെ നമ്മുടെ ഇപ്പോഴത്തെ ഐലൻഡിലുള്ള ആ പഴയ വിമാനത്താവളത്തിൽ നിന്ന് അന്നത്തെ ജെറ്റ് എയർവേസിൻ്റെ ഒരു വിമാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ബോംബെയിലേക്ക് വരുന്നത്. ബോംബെയിലേക്ക് പറക്കുന്നത് മെയ് മാസത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളാണ്. അപ്പോഴത്തേക്ക് ഈ ബോംബ് സ്ഫോടനം കഴിഞ്ഞിട്ട് 1.5 മാസം ആകുന്നതേ ഉള്ളൂ. ബോംബെ പഴയ സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. വാർത്തകളിൽ എല്ലാ ദിവസവും ബോംബ് സ്ഫോടനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ച്, അവിടെ നടക്കുന്ന അന്വേഷണങ്ങളെക്കുറിച്ച്, അവിടെ നടക്കുന്ന വേട്ടയെക്കുറിച്ചൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. വലിയ സംഘർഷഭരിതമായ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലൊന്നിലാണ് ഞാനങ്ങനെ ജെറ്റ് എയർവേസിൻ്റെ വിമാനത്തിൽ ബോംബെയിൽ ചെന്നിറങ്ങുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ, അന്നത്തെ ആ ഭീതിതമായ ദിവസങ്ങൾ
മാത്രമല്ല അന്ന് ഞാൻ ആദ്യമായിട്ട് അനുഭവിച്ച ബോംബെ. അവിടെ എൻ്റെ ഒരു അമ്മാവനുണ്ട്, എൻ്റെ ഒരു അങ്കിളുണ്ട്, മാത്യൂസ്. അദ്ദേഹം അന്ന് അവിടെ ഒരു ടെക്സ്റ്റൈൽ മില്ല് നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ഈ പോർട്ട് ഏരിയയിലേക്ക് പോകുന്നു. പല ദിവസങ്ങൾ സഞ്ചരിച്ച് ഇത് വാങ്ങാനുള്ള ഒരാളെ കണ്ടുപിടിക്കുന്നു. ആ പോർട്ടിൽ നിന്ന് ഈ ഡാമേജായ ന്യൂസ് പ്രിൻ്റ് പുറത്തെടുത്ത് അത് മറിച്ച് വിറ്റ് അതിൻ്റെ ഇടപാടുകളെല്ലാം തീർക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോരുന്നു. അപ്പോഴത്തേക്കും ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞു പോയി. അത്രയും ദിവസം അവിടെ നിന്ന് ഓരോ ദിവസവും ഓരോ ആളുകളെ കണ്ടെത്താൻ പോവുകയാണ്. പല ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോയി പല ആളുകളുമായിട്ട് ചർച്ചകൾ നടത്തുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ബോംബെയുടെ ഒരു കച്ചവടം, ബോംബെയുടെ ഒരു മറ്റൊരു ലോകം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ന്യൂസ് പ്രിൻ്റ് മുതൽ തുറമുഖത്ത് വന്നിറങ്ങുന്ന പല വസ്തുക്കളിലും ഡാമേജ് ആയതും അല്ലാത്തതും ഒക്കെ മറിച്ച് വിൽക്കുന്ന ഏജൻസികൾ, ഒരു വലിയ തിരിച്ചറിവ് വരുന്നത് ചെറിയ പ്രായത്തിൽ. ആ വിൽപ്പനയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരാൻ ഫ്ലൈറ്റ് ടിക്കറ്റില്ല. തിരിച്ച് ഞാൻ പിന്നെ ബസ്സിലാണ് പോരുന്നത്. അന്ന് ട്രെയിനിലൊക്കെ ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ബോംബെക്കുള്ള ട്രെയിനുകൾ ഇന്നത്തേതുപോലെ കൊങ്കൺ റെയിൽവേ ഒന്നും ഓടിത്തുടങ്ങിയിട്ടില്ല, കൊങ്കൺ റെയിൽവേ ഒന്നും ആരംഭിച്ചിട്ടില്ലാത്ത കാലമാണ്. അങ്ങ് ആന്ധ്രാപ്രദേശ് വരെയൊക്കെ ചുറ്റി വളഞ്ഞു പോകുന്ന ട്രെയിനുകളാണ്. 3 ദിവസം മുഴുവൻ വേണം നമുക്ക് ബോംബെയിൽ നിന്ന് കേരളത്തിലേക്കോ കേരളത്തിൽ നിന്ന് ബോംബെയിലേക്കോ എത്താൻ. ജയന്തി ജനത എന്ന ട്രെയിൻ. പക്ഷേ ആ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്തതുകൊണ്ട് ബസ്സിന് പോകാൻ തീരുമാനിച്ചു. നമ്മൾ ചെറുപ്പമാണല്ലോ, അപ്പോൾ ഏത് സാഹസത്തിനും തയ്യാറാണ്. അങ്ങനെ ദാദറിൽ നിന്ന് ഞാനൊരു ബസ്സിൽ കയറുകയാണ്. ആ ബസ് അങ്ങനെ കൊങ്കൺ പ്രദേശത്തുകൂടെ, മഹാരാഷ്ട്രയുടെ ഉൾനാടുകളിലൂടെ, പിന്നെ കാർവാർ കടത്ത് ഒക്കെ കടന്ന് കർണാടകയിലൂടെ ഒക്കെ ഓടി ഏതാണ്ട് 3-ാം ദിവസം നമ്മൾ തൃശ്ശൂർ വന്നിറങ്ങുകയാണ്. തൃശ്ശൂർ വരെയുള്ള ബസ്. പിന്നെ അവിടെ നിന്ന് ഒരു KSRTC ബസ് നാട്ടിലേക്കൊക്കെ വന്നു. അങ്ങനെ വലിയ സാഹസികമായൊരു യാത്ര 1993 നടത്തിയത് ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പം വിമാനം ബോംബെയിൽ ലാൻഡ് ചെയ്യുന്നു. എയർപോർട്ടിൽ നിന്ന് വില്ലേപ്പാർലെ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോയാക്കാൻ ഒരു ടാക്സിക്കാരോട് പറഞ്ഞു. ആ ടാക്സിക്കാരൻ വില്ലേപ്പാർലെ സ്റ്റേഷന് മുമ്പിൽ കൊണ്ട് ഇറക്കി. അവിടെ പോയി ഞാനൊരു ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഈ ബോംബെയിലെ സബർബൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ കൊച്ചി മെട്രോ ഒക്കെ നമ്മൾ കാണുമ്പോൾ നല്ല ആഡംബരത്തിൻ്റെ അങ്ങേയറ്റമാണെങ്കിൽ, ബോംബെയിലെ സബർബൻ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ദിവസം ഏതാണ്ട് 75 ലക്ഷം ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന, ഏതാണ്ട് ഒരു 100-400 കിലോമീറ്റർ നീളത്തിൽ സർവീസ് നടത്തുന്ന 2 ലൈനുകളോ 3 ലൈനുകളോ ഒക്കെ ആയിട്ട് സെൻട്രൽ റെയിൽവേ അല്ലെങ്കിൽ വെസ്റ്റേൺ റെയിൽവേ ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന അതിഗംഭീരമായൊരു സംവിധാനമാണ്. ലക്ഷങ്ങളെയാണ് ഓരോ ദിവസവും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓഫീസ് ടൈമിലൊക്കെ അതിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ജനം പൊതിഞ്ഞ് നിൽക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരത്ഭുത പ്രതിഭാസമാണത്. അതിനകത്തേക്ക് കയറാനും ഇറങ്ങാനും നമ്മൾ അതിൻ്റെ വാതക്കൽ ആ പരിസരത്ത് പോയി നിന്ന് കൊടുത്താൽ മതി എന്ന് പറയാറുണ്ട്. ഒരു കാന്തം പോലെ നമ്മളെ അതിനുള്ളിലേക്ക് ചുറ്റുമുള്ള ആളുകൾ അങ്ങ് തള്ളി കയറ്റിക്കോളും, വലിച്ചു കയറ്റിക്കോളും. ഇറങ്ങാറാകുമ്പോൾ ആ വാതകൻ്റെ പരിസരത്ത് പോയി നിന്നാൽ എല്ലാവരും കൂടി നമ്മളെ തള്ളി താഴെ ഇറക്കിക്കോളും. അങ്ങനെ ഒരു അത്ഭുത ലോകം. അത് ആദ്യത്തെ എൻ്റെ യാത്രയിൽ ഞാൻ കുറേ അനുഭവിച്ചിരുന്നു. അപ്പോൾ അതിനകത്തിരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് തന്നെ എടുത്തു. ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ കുറച്ച് ആൾ കുറവായിരിക്കും. തന്നെയല്ല, അന്നൊരു സൺഡേ ആണ്. സൺഡേ ആണെങ്കിലും ആളുണ്ടാവാം. കാരണം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരുണ്ടാവാം, അതുപോലെ തന്നെ സൺഡേയിൽ ഡ്യൂട്ടിക്ക് പോകുന്നവരുണ്ടാവാം. ചിലപ്പോൾ സൺഡേയിൽ ട്രെയിനുകളുടെ എണ്ണവും ചിലപ്പോൾ കുറച്ചേക്കാം. ഇങ്ങനെയൊക്കെയുള്ള അറിവുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ വില്ലേപ്പാറയിൽ നിന്ന് ഈ സബർബൻ ട്രെയിനിനകത്തേക്ക് കയറുന്നു. കയറി ചെല്ലുമ്പോൾ അധികം ആളുകളൊന്നുമില്ല. ഞാനും 2-3 ആളുകളേ ഉള്ളൂ. അതൊരു അതിശയമായിപ്പോയി. സബർബൻ ട്രെയിൻ, മുംബൈയിലെ സബർബൻ ട്രെയിനിൽ ഇങ്ങനെ ഞാൻ സഞ്ചരിച്ചിട്ടില്ല. ആളില്ലാത്ത ട്രെയിന്. അതിനകത്ത് ഇങ്ങനെ മനുഷ്യന് പിടിക്കാനുള്ള കുറേ ഹുക്കുകളൊക്കെ ഇങ്ങനെ നിരയൊപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഹുക്കുകളെല്ലാം കാലിയാണ്. ഒരു വർക്കിംഗ് ഡേ, നാളെ രാവിലെ ഇതേ സമയത്താണെങ്കിൽ അതിൽ മുഴുവൻ ഓരോ കൈകളിങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും. ഈ വാതക്കൽ ഒരു കമ്പിയുണ്ട്, അതിൽ പിടിച്ച് ഇങ്ങനെ പുറത്തേക്ക് ആഞ്ഞ് നിൽക്കുന്ന ആളുകളെയൊക്കെ നാളെ ആയിരുന്നെങ്കിൽ കാണാം. ഞാൻ പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഓരോ സ്റ്റേഷനിൽ പോയി നിൽക്കുന്നു. ഖർ റോഡ്, ബാന്ദ്ര, ദാദർ, ഇങ്ങനെ പല സ്റ്റേഷനുകൾ പിന്നിട്ടാണ് പോകുന്നത്. ഈ ഓരോ പേരും കേൾക്കുമ്പോൾ ഏതൊക്കെയോ വാർത്തകളിൽ, ഏതൊക്കെയോ സംഭവങ്ങളിൽ നമ്മളെ ഞെട്ടിച്ച, നമ്മളെ ആവേശം കൊള്ളിച്ച സ്ഥലപ്പേരുകൾ ഇതൊക്കെ. അധോലോക സിനിമകളിലൂടെ ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള പേരുകൾ. ഈ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ലോകം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാഴ്ചകളിലേക്ക് അടുത്ത ദിവസം പോകുന്നുണ്ട്. സാധാരണഗതിയിൽ മലയാളി കണ്ടിട്ടില്ലാത്ത ബോംബെയുടെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തേടി തന്നെയാണ് പോകുന്നത്. ഒരുങ്ങാൻ അധികം സമയം കിട്ടിയില്ലെങ്കിലും അതെന്ത് വേണമെന്ന് എനിക്കറിയാം. കാരണം നേരത്തെ യാത്രയിൽ ഏതാണ്ട് 3 ആഴ്ച അവിടെ നിന്ന് ഈ മാത്യൂസ് അങ്കിളിൻ്റെ ഒപ്പം ഈ ബോംബെയുടെ കഥകൾ, ചരിത്രം, അവിടുത്തെ അധോലോകം, അവിടുത്തെ 70-കൾ 80-കൾ ഒക്കെ കണ്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയും പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ആ ആവേശത്തിലാണ് ചെന്നിറങ്ങുന്നത്. അപ്പോൾ എനിക്കറിയാം എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണണം, ബോംബെയിലെ മനുഷ്യൻ കാണാത്ത, മലയാളി കാണാത്ത കാഴ്ചകൾ എന്തൊക്കെയുണ്ട്. ബോംബെയിലുള്ള മലയാളിയല്ല, കേരളത്തിലുള്ള മലയാളി കാണാത്ത. അങ്ങനെ നമ്മൾ ഓടിപ്പോകുമ്പോൾ ബൈക്കുള എന്ന് പറയുന്നൊരു സ്റ്റേഷൻ കാണാം. ഈ ബൈക്കുള സ്റ്റേഷന് 1853 മുതൽ ചരിത്രമുള്ളൊരു സ്റ്റേഷനാണ്. 1853
ഒരു 40 കിലോമീറ്റർ ദൂരത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ട്രെയിന് ഇതിലൂടെ ഓടിയത്. 1853 ആദ്യമായിട്ട് ഇതിലൂടെ ട്രെയിൻ ഓടുമ്പോൾ ഈ സ്റ്റേഷനുണ്ട്. ഈ ബൈക്കുള പ്രദേശം അക്കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് വെള്ളക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു. വലിയ തോതിൽ വെള്ളക്കാർ വസിച്ചിരുന്നൊരു പ്രദേശം. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ പുറത്തെ കാഴ്ചകൾ, ഈ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കെട്ടിടങ്ങൾ, അതിൻ്റെ എല്ലാം ബാൽക്കണികളിൽ പോലും ആളുകൾ താമസിക്കാവുന്ന മട്ടിൽ ഇങ്ങനെ വേലി തിരിച്ച് അല്ലെങ്കിൽ അഴികളിട്ട് അതിനകത്ത് ഒരാൾക്കൂടെ അഡീഷണലായിട്ട് കിടക്കാൻ പറ്റുന്ന പോലെ സൗകര്യം ഒരുക്കുന്നു. ബാൽക്കണികളിൽ നിന്ന് കമ്പുകളും കയറുകളും എല്ലാം കെട്ടിയിട്ട് അതിൽ തുണികൾ ഉണങ്ങാൻ വീഴ്ചിട്ടിരിക്കുന്നു. അവിടുത്തെ ഒരു കെട്ടിടത്തിൻ്റെ ഓരോ സ്ക്വയർ ഫീറ്റിനെയും പരമാവധി ഉപയോഗപ്പെടുത്തി പരമാവധി ആളുകളെ തിക്കി നിറച്ച് താമസിപ്പിക്കുന്ന കെട്ടിടങ്ങൾ, പഴയ കെട്ടിടങ്ങൾ മുതൽ 80കളിലും 90കളിലും പടുന്ന കെട്ടിടങ്ങൾ വരെ ഇങ്ങനെ കണ്ടു പോവുകയാണ്. ഇതിനൊക്കെ ആ ഉള്ളിൽ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന ധാരാളം നാട്ടുകാർ, ബോംബെക്കാർ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ ആളുകൾ. ഒരു കാലത്ത് നമുക്കറിയാം കേരളത്തിൽ നിന്ന് 50കളിലും 60കളിലും 70കളിലും 80കളിലും, പ്രത്യേകിച്ച് 70കളിലും 80കളിലും ഒക്കെ ഒരു തൊഴിൽ തേടി. അന്നിവിടെ ഒരു തൊഴിൽ കിട്ടാൻ പാടാ. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിങ്ങും പഠിച്ചിട്ട് വലിയൊരു ശതമാനം ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ബോംബെയിലേക്ക് നാടുവിടുകയാണ്. ചിലർക്ക് ചില പരിചയക്കാരുണ്ടായേക്കാം. ആദ്യത്തെ ഏതാനും മാസങ്ങൾ അലച്ചിലിൻ്റേതാണ്. എന്ത് തൊഴിലും ചെയ്യാൻ മനുഷ്യനെ പാകപ്പെടുത്തുന്ന ആളുകളാണ്. കരിക്ക് വെട്ടിക്കൊടുത്തും വഴിയരികിൽ കച്ചവടം നടത്തിയും ഒക്കെ പല പല തൊഴിലുകൾ ചെയ്യുന്നു. എന്നാൽ കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ളവർക്ക് ഫാക്ടറികൾ തോറും ഓഫീസുകൾ തോറും കയറി ഇറങ്ങി എവിടെയെങ്കിലും ഒരു തൊഴിൽ കിട്ടും. ബോംബെയിലേക്ക് ചെല്ലുന്ന ഒരാളെയും ബോംബെ നിരാശപ്പെടുത്താറില്ല. പണിയെടുക്കാൻ മനസ്സുമായിട്ട് ചെന്നിറങ്ങിയവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ജീവിതം അവർ കരുപ്പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വപ്നങ്ങളുമായിട്ട് ചെന്നിറങ്ങിയ ആളുകളുടെ, നിരാശയുമായി ചെന്നിറങ്ങിയ ആളുകളുടെ, തകർന്ന് ജീവിതമെല്ലാം തകർന്ന് ചെന്നിറങ്ങിയവരുടെ, പ്രണയനൈരാശ്യത്തിൽ നാട് വിട്ടുപോയവരുടെ, അല്ലെങ്കിൽ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റി കേസ് വന്നു അതിൻ്റെ പേരിൽ ഭയന്ന് നാട് വിട്ടുപോയ ആളുകളുടെ, ജീവിതത്തിന് മുന്നിലോട്ടൊരു വഴിയും കാണാതെ നാട്ടിൽ നിന്ന് കടബാധ്യത കയറി നാട് വിട്ടുപോയവരുടെ ഒക്കെ അഭയസ്ഥാനമായി ഒരു കാലത്ത് മുമ്പേ ഉണ്ടായിരുന്നു. നല്ല വിദ്യാഭ്യാസത്തോടെ ബോംബെയിലേക്ക് ചെന്നിറങ്ങി അവിടെ വലിയ വളർച്ചയിലേക്ക് എത്തിയ ആളുകളുടെയും മലയാളികളുടെ നാടും കൂടിയാണ് ബോംബെ. ഇങ്ങനെ വളരെ അരിഷ്ടിച്ചും ദുരിതത്തിലും ജീവിക്കുന്ന ആളുകൾക്കും സന്തോഷം പകരുന്ന ഒരു ബോംബെ കൂടിയുണ്ട്. ബോളിവുഡ് സിനിമകളുടെ ബോംബെ, ധാരാളം സിനിമാ തിയേറ്ററുകളുടെ ബോംബെ, ഇറങ്ങുന്ന സിനിമകൾ കൊണ്ട് അവരെ ആവേശം കൊള്ളിക്കുന്ന ബോംബെ, ക്രിക്കറ്റിൻ്റെ ബോംബെ, വാങ്കഡെ ഉൾപ്പെടെയുള്ള സ്റ്റേഡിയങ്ങളിൽ ആർത്തരമ്പുന്ന ജനലക്ഷങ്ങളുടെ ഒരു ബോംബെ. അങ്ങനെ ഈ കാഴ്ചകളും ഈ ചരിത്രമൊക്കെ ഓർത്തങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ട്രെയിന് നമ്മളുടെ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ചരിത്രമുള്ളൊരു സ്റ്റേഷൻ, ബോംബെ VT എന്ന് അടുത്ത കാലം വരെ 90കൾ വരെ അറിയപ്പെട്ടിരുന്ന, വിക്ടോറിയ ടെർമിനസ് എന്നറിയപ്പെട്ടിരുന്ന, ഇന്ന് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് എന്നറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തുകയാണ്. സ്റ്റേഷനിൽ പോയി വണ്ടി നിന്നു, ഞാൻ ഇറങ്ങി. ഈ സ്റ്റേഷനിൽ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റേഷനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത്ഭുതമൊന്നും തോന്നില്ല. കുറേയേറെ ട്രാക്കുകളും ധാരാളം ആളുകൾ നിറഞ്ഞൊഴുകുന്ന പ്ലാറ്റ്ഫോമുകളും ഒക്കെയുള്ള ഒരു സ്റ്റേഷൻ. പക്ഷേ അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് തിരിഞ്ഞു നോക്കണം, ആ കെട്ടിടം ഒന്ന് കാണണം. ഒരത്ഭുത നിർമ്മിതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിലൊന്ന്. 1887 വിക്ടോറിയ റാണിയുടെ 50ാമത്തെ കിരീടധാരണ വാർഷികത്തിന് ഉദ്ഘാടനം ചെയ്ത ആ മഹത്തായ നിർമ്മിതി. 1878 ഫ്രെഡറിക് വില്യം സ്റ്റീവൻസ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ് ഇതിനെ രൂപപ്പെടുത്തിയത്. അത് രസകരമായൊരു കഥയാണ്. അന്ന് ഫ്രെഡറിക് വില്യം സ്റ്റീവൻസ് അധികാരികളോടൊരു കാര്യം അഭ്യർത്ഥിച്ചു, എനിക്കൊരൊറ്റ വർഷത്തെ അവധി തരണം, എനിക്കൊന്ന് തയ്യാറാകണം. അദ്ദേഹത്തിന് അവധി കിട്ടി. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ ചെന്ന് അവിടുത്തെ പ്രശസ്തമായ പല റെയിൽവേ സ്റ്റേഷനുകളും, അവിടുത്തെ ഏറ്റവും പ്രമുഖമായ സ്റ്റേഷനുകൾ, ചരിത്ര നിർമ്മിതികൾ ഇതെല്ലാം കണ്ടു. പിന്നെ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ ഇന്ത്യൻ ആർക്കിടെക്ചർ, ഇന്ത്യൻ കൊട്ടാരങ്ങൾ, ഇതിൻ്റെ നിർമ്മിതികൾ പഠിച്ചു. അങ്ങനെ ഒരൊറ്റ വർഷം കൊണ്ട് ഇന്ത്യൻ ആർക്കിടെക്ചറും ബ്രിട്ടീഷ് ആർക്കിടെക്ചറും കൂടെ ചേർന്ന ഒരു നിർമ്മിതി ഡിസൈൻ ചെയ്തു. അതിൻ്റെ തൂണുകളിൽ പലതിനും ഇന്ത്യൻ കൊട്ടാരങ്ങളുടെ രൂപസാദൃശ്യം. അദ്ദേഹത്തെ അതിന് സഹായിക്കാൻ വേണ്ടി JJ സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറയുന്ന ബോംബെയിലെ അക്കാലത്ത് ഏറ്റവും വലിയ കലാപഠന കേന്ദ്രത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികളും ചേർന്നു. അങ്ങനെയാണ് ലോകോത്തരമായ അതിഗംഭീരമായ ഒരു കലാരൂപം തന്നെയായ ഈ വിക്ടോറിയ ടെർമിനസ് എന്ന ആ റെയിൽവേ സ്റ്റേഷൻ പണി പൂർത്തിയാകുന്നത്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ നൽകിയ ഏറ്റവും മികച്ച കോൺട്രിബ്യൂഷനുകളിൽ ഒന്ന് എന്ന് പറയുന്നത് റെയിൽവേ സിസ്റ്റവും അതിൻ്റെ ഏറ്റവും പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഈ VT സ്റ്റേഷനുമായിരുന്നു. അതിപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് പേര് നിലത്ത് തുണിയൊക്കെ വിരിച്ചിട്ട് എന്താ സാധനമൊക്കെ വിൽക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടിരുന്നു ചെന്നിറങ്ങുമ്പോഴേ. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവർ ഈ തുണിയെല്ലാം വാരി കെട്ടുന്നു, അതെടുത്ത് പുറത്ത് തോളയിലിടുന്നു, ഓടുന്നു. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു വണ്ടി വരുന്നു. ഇതാണ് കാരണം.
ഇവിടെ അനധികൃത കച്ചവടം ഇത്. ഇത്തരം കച്ചവടക്കാർ ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ ഉദ്യോഗസ്ഥർ വന്ന് ജോലിക്കാർ വന്ന് ഇതെല്ലാം വാരി കെട്ടി ഇതിനകത്തേക്ക് മുനിസിപ്പാലിറ്റിയുടെ വണ്ടിക്കകത്തിട്ട് ട്രക്കിനകത്തിട്ട് അതും കൊണ്ടുപോകും. ഭാണ്ഡക്കെട്ടുമായിട്ട് ഓടുന്ന പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരെ കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരു ടാക്സിക്കാരൻ അവിടെ കിടപ്പുണ്ട്. ഇനി ടാക്സി വിളിച്ച് വേണം പോകാൻ. ബോംബെയിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യം ഇങ്ങോട്ട് പോകും. നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ അത്ഭുത നിർമ്മിതി കണ്ടിട്ട് ഇന്ത്യക്കാരൻ പണിതൊരു അത്ഭുത നിർമ്മിതി കാണണമല്ലോ, അത് കാണാൻ പോകാൻ തീരുമാനിച്ചു. രാജീവ് ഗാന്ധി സീലിംഗ് എന്ന് പറയുന്ന വർളിയിൽ കൂടെ പോകുന്ന ഒരു കടൽപ്പാലം, വർളി ഏരിയ കൂടെ 5.5-6 കിലോമീറ്റർ ദൂരം കടലിന് മുകളിൽ കൂടെ പണിത ഒരു വമ്പൻ പാലം. 8 വരിയുള്ള പാലമാണ്. ആധുനിക ബോംബെയുടെ ഏറ്റവും പ്രധാന ചിഹ്നം എന്ന് വേണേൽ പറയാവുന്ന ഒരു നിർമ്മിതി. അവിടേക്കാണ് പോകേണ്ടത്. ഞാൻ ടാക്സിക്കാരനെ സമീപിച്ചു. എനിക്ക് ഒരു ദിവസത്തേക്ക് ഇന്നത്തെ ഫുൾ ഡേ കാർ വേണം, എത്ര രൂപ വേണം? അപ്പോൾ അയാൾ കണക്കൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞു ഒരു 5000 രൂപ. ഞാൻ ചോദിച്ചു 5000 തന്നെ വേണോ? അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, 4000 തന്നാൽ മതി. ഞാൻ കയറി. ഠാക്കൂർ എന്നാണ് പേര്. ഠാക്കൂർ ഉത്തരേന്ത്യയിലെ ഏതോ ഗ്രാമത്തിൽ നിന്നോ മറ്റോ വന്നയാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വർളിയിലേക്ക് പോകണം, രാജീവ് ഗാന്ധി സീലിംഗ് വഴി പോകണം. വണ്ടി വിട്ടു. അങ്ങനെ ഓടുകയാണ്. ഈ നഗരം ഇന്ത്യയുടെ ഹൃദയമാണ്. ഡൽഹിയിൽ നിന്നാവാം ഭരണം നടക്കുന്നത്, പക്ഷേ വാണിജ്യം, സാമ്പത്തികം ഇതിൻ്റെ എല്ലാം കേന്ദ്രമാണ്. ബോംബെയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയർ മാർക്കറ്റിൻ്റെ കേന്ദ്രസ്ഥാനം, അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം, റിലയൻസിൻ്റെ ആസ്ഥാനം, ടാറ്റയുടെ ആസ്ഥാനം, ഗോദ്രേജിൻ്റെ ആസ്ഥാനം, L&Tയുടെ ആസ്ഥാനം, നമ്മളെ നിയന്ത്രിക്കുന്ന, നയിക്കുന്ന, ഈ രാജ്യത്തിന് ടെക്നോളജി നൽകുന്ന, പ്രോഡക്ട്സ് നൽകുന്ന, സർവീസുകൾ നൽകുന്ന വമ്പൻ പ്രസ്ഥാനങ്ങളുടെ എല്ലാ ആസ്ഥാനം. അതുപോലെ തന്നെ ഇന്ത്യയുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ആസ്ഥാനം, ബോളിവുഡ്, അമിതാഭ് ബച്ചൻ മുതൽ ഇങ്ങോട്ട് താരങ്ങളുടെ വാസയിടങ്ങൾ. നമ്മളീ പോകുമ്പോൾ ഇതെല്ലാം കാണാം. ജുഹു ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അമിതാഭ് ബച്ചൻ്റെ വീടിന് മുമ്പിൽ കൂടെ നമുക്ക് കടന്നു പോകാം. ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ ആ സീഫേസിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ കടന്നു പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള വലിയ താരരാജാക്കന്മാരുടെ വീടുകൾ, അതുപോലെ തന്നെ സച്ചിൻ തെണ്ടുൽക്കറെ പോലുള്ള ആളുകൾ വസിക്കുന്ന വീടുകൾ, അവർ കളിച്ചു വളർന്ന ഗ്രൗണ്ടുകൾ, അവരെ ആഘോഷിച്ച സ്റ്റേഡിയങ്ങൾ, ഇതെല്ലാം നിറഞ്ഞ ബോംബെ അതൊരു വികാരമാണ്, അത് വേറൊരു വികാരമാണ്. അങ്ങനെ ഓടി നമ്മൾ ആ കടൽപ്പാലത്തിലേക്ക് കയറുകയാണ്. 8 വരി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അന്ന് നമുക്കൊരു അത്ഭുതമാണ്. ഇന്ത്യയിൽ 8 വരിയൊക്കെ സാധ്യമാണോ? 4 വരി അങ്ങോട്ടും 4 വരി ഇങ്ങോട്ടും, അതും കടലിന് മുകളിലൂടെയാണ്. ഒരു 35 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ കൂറ്റൻ തൂണുകൾ. ഈ തൂണുകളിൽ നിന്ന് ഉരുക്ക് വടങ്ങൾ ഇങ്ങനെ 2 വശത്തേക്കും ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ഈ വടത്തേലാണ് ഈ പാലം, ഈ 8 വരിയുള്ള പാലം തൂങ്ങിക്കിടക്കുന്നത്. അതിലൂടെ വാഹനങ്ങളിങ്ങനെ ഒഴുകുകയാണ്. അറബിക്കടൽ ബോംബെ നഗരത്തിൻ്റെ ഉള്ളിലേക്ക്, മാഹിം ഏരിയയിൽ ഇത്തിരി ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ളവർ മറുഭാഗത്ത് എത്തണമെങ്കിൽ ഈ തീരം ഇങ്ങനെ ചുറ്റി മഹാനഗരത്തിൻ്റെ ഉള്ളിലെ തിരക്കുകളിലൂടെ സഞ്ചരിച്ച് ഏതാണ്ട് 1.5 മണിക്കൂർ ഓടി വേണം ഈ വടക്ക് നിന്ന് ഈ മാഹിം ഉൾക്കടലിനെ ചുറ്റി തെക്ക് ഭാഗത്തേക്ക് എത്താൻ. അവിടെയാണ് ഈ മാഹിം ഉൾക്കടലിന് കുറുകെ, ഈ വടക്ക് ഭാഗത്തുനിന്ന് കടലിന് കുറുകെ ഒരു പാലം പണിയുന്നത്. അങ്ങനെ പാലം പണിതോടുകൂടി ഏതാണ്ട് 25 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് അവിടെ എത്താനായി. ട്രാഫിക് പ്രശ്നങ്ങളില്ല. ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് കടലിന് നേരെ മുകളിൽ കൂടെയുള്ളൊരു പാത. ഒരു എൻജിനീയറിംഗ് വിസ്മയം തന്നെയായിരുന്നത്. മറുകരയിൽ ഈ കടൽ തീരത്ത് അവിടെ വർളി ഏരിയയാണ്. ഈ വർളി ഏരിയ എന്ന് പറയുന്നത് പണ്ട് ഒരു മുക്കുവ ഗ്രാമമായിരുന്നു, ഒരു ദ്വീപ് തന്നെയായിരുന്നു. ഈ പ്രദേശമൊക്കെ പല ദ്വീപുകൾ ചേർന്നായിരുന്നു. ബ്രിട്ടീഷുകാർ 1700-കളിൽ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ മുക്കുവരുടെ ചെറിയ 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 ഗ്രാമങ്ങളായിരുന്നു, ചെറിയ ചെറിയ ദ്വീപുകളായിരുന്നു. ബ്രിട്ടീഷുകാരാണ് ഈ ദ്വീപുകളെല്ലാം കണക്ട് ചെയ്ത് ഒന്നിപ്പിച്ച് മുംബൈ എന്ന് പറയുന്ന അതിൻ്റെ ആ സെൻട്രൽ മുംബൈയുടെ ആ പ്രധാന ഭാഗങ്ങളെല്ലാം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ചതുപ്പിൽ അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളിൽ മണ്ണിട്ട് പൊക്കി നിവർത്തിയെടുത്ത് ഇന്നത്തെ മുംബൈ ആക്കി മാറ്റുന്നത്. അങ്ങനെ ഈ പാലത്തിലൂടെ ഓടി നമ്മൾ വർളി സീഫേസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി ലാൻഡ് ചെയ്യുകയാണ്. ലാൻഡ് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ വർളി ഡയറി ഫാം എന്ന് പറയുന്ന വലിയൊരു ഡയറി ഫാം ഉണ്ട്. 1960-കളിൽ ആരംഭിച്ചതാണ്. ലക്ഷക്കണക്കിന് ലിറ്റർ ഓരോ ദിവസവും പ്രോസസ്സ് ചെയ്യുന്ന വർളി ഡയറി ഫാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു താഴെക്കുടമായിട്ട് നിൽക്കുന്ന നെഹ്റു പ്ലാനറ്റേറിയം. ഈ നെഹ്റു പ്ലാനറ്റേറിയത്തിലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് ഗസ്റ്റായിട്ട്. അവിടവും പിന്നിട്ട് നമ്മളിങ്ങനെ ഓടുകയാണ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബോംബെക്ക് വേറൊരു കഥയുണ്ട്. കേരളത്തിലിരിക്കുന്ന ബോംബെ കണ്ടിട്ടില്ലാത്തവരെ പോലും ആവേശം കൊള്ളിച്ചിട്ടുള്ള ഒരു ബോംബെ, അധോലോകത്തിൻ്റെ ബോംബെ. 1940-കളിലും 50-കളിലുമാണ് ബോംബെയിലെ അധോലോകം വളർന്നു വരുന്നത്. ബോംബെയിലെ വലിയൊരു തുറമുഖമുണ്ട്. ഈ തുറമുഖത്തിനെ ചുറ്റിപ്പറ്റിയാണ് അധോലോകം വളരുന്നത്. ബോംബെ തുറമുഖത്തിൽ അന്യരാജ്യങ്ങളിൽ നിന്ന് ചരക്കുകളുമായിട്ട് വരുന്ന കപ്പലുകൾ, ഈ കപ്പലുകളിലെ ജോലിക്കാരും
ആ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് വരുന്ന വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ, മദ്യമാവാം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാവാം, പെർഫ്യൂമുകളാവാം, തുണിത്തരങ്ങളാവാം, അങ്ങനെ എന്തും സാധാരണക്കാരന് കൗതുകമുള്ള, അന്ന് ഇന്ത്യ ഒരു അടഞ്ഞ എക്കോണമിയാണ്. ഇന്ത്യയിൽ വിദേശത്തുള്ള ഒരു ഉൽപ്പന്നവും കിട്ടില്ല. നമ്മുടെ മടക്കുന്ന കുടയ്ക്ക് പോലും അന്ന് നമ്മൾ വേറിട്ടിരുന്നത് ഫോറിൻ കുടയെന്നാണ്. എന്ന് വെച്ചാൽ അത്തരം കുട പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. വിദേശത്ത് നിന്ന് വരുന്ന കുടയായതുകൊണ്ടാണ് ഫോറിൻ കുടയെന്ന് ഇട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 4 2 മടക്കുന്ന ഒരു കുട പോലും അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലാത്തൊരു കാലം. അപ്പോൾ ഇതെല്ലാം ഇന്ത്യക്കാരന് കൗതുകമായിരുന്നൊരു കാലത്ത് ഈ ബോംബെയിലേക്ക് അടുക്കുന്ന ചരക്ക് കപ്പലുകളിലും മറ്റും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർ, ആ കപ്പലിലെ ജോലിക്കാരും അവരറിഞ്ഞും അറിയാതെയും ഒക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ തുറമുഖത്തിലെ തൊഴിലാളികൾ, അതിനകത്തെ ചില ഗാങ് ലീഡേഴ്സ് അവിടുന്ന് എടുത്ത് ബോംബെയിൽ ഈ മഹാനഗരത്തിൽ വിൽപ്പന ആരംഭിക്കുന്നു. അതൊരു അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റി ആയിട്ട് ആരംഭിക്കുന്നു. അതൊരു ഒരു നിയമത്തിനതീതമായൊരു പ്രവർത്തനമായിട്ട് വളരുന്നു. അതൊരു വലിയ എക്കോണമി ആയിട്ട് വളരുന്നു. 1960-70 കാലമൊക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ അധോലോക പ്രവർത്തനങ്ങൾ, ഈ കള്ളക്കടത്ത്, ഇത്തരം അധോലോകത്ത് നടന്ന ചാരായ വിൽപ്പന, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നേതാക്കന്മാർ ഉദയം ചെയ്യാൻ തുടങ്ങി 60-70 കാലത്ത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കന്മാർ ആ കാലത്തുണ്ടായിരുന്നത്. 1 ഹാജി മസ്താൻ, 2 കരീംലാല, 3 വരദരാജ മുതലിയാർ. ഈ കരീംലാല അഫ്ഗാനിസ്ഥാൻകാരനായ ഒരു പട്ടാൻ വംശജനായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പട്ടാൻ വംശജരായ കുറേ അനുയായികളും അദ്ദേഹത്തിൻ്റെ അണികളും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും എല്ലാം ചേർന്നാണ് ഒരു പ്രദേശം, ബോംബെയുടെ ഒരു പ്രദേശത്തെ ഭരിച്ചത്. ഈ ഹാജി മസ്താനും വരദരാജ മുതലിയാരും തമിഴന്മാരായിരുന്നു. ഏതോ ഒരു പ്രായത്തിൽ തൊഴിൽ തേടി ബോംബെയിലേക്ക് എത്തിയവർ. ഹാജി മസ്താന് തുറമുഖത്തെ ഒരു കൂലിയായിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്, അവിടുത്തെ ചുമട്ടുതൊഴിലാളിയൊക്കെ ആയിട്ട്. പക്ഷേ ഈ തുറമുഖവും അതിൻ്റെ അനുബന്ധമായ പ്രദേശങ്ങളും ഈ കള്ളക്കടത്തിൻ്റെ ഒരു കേന്ദ്രവുമായിട്ട് വളർന്നു വന്നപ്പോൾ ഹാജി മസ്താൻ അവിടുത്തെ പ്രധാന ഡോണായിട്ട് മാറി. അപ്പോൾ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട കള്ളക്കടത്ത്, അതിൻ്റെ വിതരണം, അതിൻ്റെ പിരിവ് എടുക്കൽ, അത്യാവശ്യം ഗുണ്ടാ പിരിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിട്ട് ഹാജി മസ്താൻ അങ്ങ് ഒരു വശം വളർന്നു. കരീംലാല, നമ്മുടെ പട്ടാൻ നേതാവ് കരീംലാലയാവട്ടെ ചൂതാട്ടം, കള്ളക്കടത്തിലൂടെ മദ്യവിതരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേറൊരു പ്രദേശത്തേക്ക്, വേറൊരു മേഖലയിൽ ഫോക്കസ് ചെയ്യുന്നു. വരദരാജ മുതലിയാരാവട്ടെ ധാരാവി എന്ന് പറയുന്ന ചേരി പ്രദേശങ്ങൾ, അതിൻ്റെ അനുബന്ധമായ പ്രദേശങ്ങളിൽ അവിടേക്ക് മദ്യം എത്തിച്ചു കൊടുക്കൽ, അവിടത്തുള്ള നിരവധിയായ അധോലോക പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നു. അപ്പോൾ ഇവർ 3 പേരും പരസ്പരം ആക്രമിക്കാതെ 3 പ്രദേശങ്ങളിൽ അവരുടേതായ വലിയ സാമ്രാജ്യങ്ങളുണ്ടാക്കി വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് പ്രവർത്തിച്ചു. ഇവർക്ക് ഹിന്ദി സിനിമയിൽ സ്വാധീനം ഉണ്ടായിരുന്നു, അതിന് കാശ് മുടക്കാൻ പറ്റുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ ഇവർക്കുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരെ പോലും വാഴിക്കാനും വീഴിക്കാനും കരുത്തുള്ള സാമ്പത്തിക ശക്തികളായിട്ട് ഇവർ മാറി. എന്തും ചെയ്യാൻ കഴിയുന്ന, ബോംബെയെ ഭരിക്കാൻ കഴിയുന്ന ഒരു അധോലോക നെറ്റ്വർക്കായി ഈ 3 രാജാക്കന്മാരുടെ കീഴിൽ ബോംബെ മാറി. 60കളിലും 70കളിലും കഥയായിരുന്നത്. എന്നാൽ 80കളായപ്പോഴത്തേക്കും കഥയൊന്ന് മാറി. വേറൊരു കക്ഷി രംഗപ്രവേശം ചെയ്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ദാവൂദ് ഇബ്രാഹിം. ചെറുപ്പക്കാരനായ, കാണാൻ സുന്ദരനായ, ബുദ്ധിമാനായ ഒരു പയ്യൻ. അവൻ വന്ന് മറ്റൊരു സാമ്രാജ്യം സൃഷ്ടിക്കുകയാണ്. ഡി കമ്പനി എന്നതറിയപ്പെട്ടത്. ഈ ഡി കമ്പനിയിലേക്ക് അദ്ദേഹത്തിന് ധാരാളം മിടുക്കന്മാരായ അനുയായികളെ കിട്ടി, ഗാങ്സ്റ്റേഴ്സിനെ കിട്ടി. അതിനൊരു കാരണം കൂടെ ഉണ്ടായി. ഈ ബോംബെ നഗരം ഒരു കാലത്ത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കേന്ദ്രമായിരുന്നു. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വർക്ക് ചെയ്തിരുന്ന ധാരാളം ടെക്സ്റ്റൈൽ മില്ലുകളുടെ ഒരു കേന്ദ്രമായിരുന്നു മുംബൈ. 83 ആയപ്പോഴേക്കും വലിയ തൊഴിൽ സമരങ്ങൾ വന്ന് ടെക്സ്റ്റൈൽ മില്ലുകൾ പലതും പൂട്ടിപ്പോയി. ഏകദേശം 2 ലക്ഷം തൊഴിലാളികൾ അക്കാലത്തെ തൊഴിൽ സമരങ്ങളെ തുടർന്ന് ബോംബെയിലെ ടെക്സ്റ്റൈൽ മില്ലുകളിൽ നിന്ന് പണിയില്ലാതായിപ്പോയി. ഈ പണിയില്ലാതായിപ്പോയ ആളുകളും അവരുടെ കുടുംബത്തിലെ ചെറുപ്പക്കാരായ പുരുഷന്മാരും ഒക്കെ ജീവിക്കാനുള്ളൊരു വഴി തേടി ചെന്നെത്തിയത് ഈ അധോലോകങ്ങളുടെ കൈകളിലേക്കാണ്. അങ്ങനെ അവർക്ക് ധാരാളം ആളുകളെ പെട്ടെന്നൊരു ദിവസം തൊഴിലില്ലാതാകുന്നു, വരുമാനം ഇല്ലാതാകുന്നു. ബോംബെ അറിയാം, ബോംബെയുടെ അവിടെ വളർന്നവരാണ് അവർ. പിന്നെ ചെയ്യാവുന്ന പണി ഈ അധോലോകത്തിൻ്റെ ഏജൻസികളായി മാറി, ആ ഗാങ്സ്റ്റേഴ്സായി മാറുന്നു. അങ്ങനെ ദാവൂദ് ഇബ്രാഹിമിന് ധാരാളം മിടുക്കന്മാരായ അണികളെ കിട്ടുന്നു, അനുചരന്മാരെ കിട്ടുന്നു. ഡി കമ്പനി അങ്ങനെ തഴച്ചു വളരുന്നു. 80കളുടെ ബോംബെയുടെ സ്പന്ദനം നിയന്ത്രിച്ചത് ഈ ദാവൂദും ടീമുമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടായി. ദാവൂദ് ഇബ്രാഹിമിൻ്റെ വലങ്കൈയായിരുന്ന അരുൺ ഗൗലിയും ഛോട്ടാ രാജനും തെറ്റിപ്പിരിയുന്നു. അവരവരുടേതായ സംഘങ്ങൾ രൂപം കൊള്ളുന്നു. അവർ തമ്മിൽ കുടിപ്പക ആരംഭിക്കുന്നു. പിന്നെ ബോംബെ കാണുന്നത് ചോരപ്പുഴ ഒഴുകുന്ന നാളുകളാണ്. 80കളിൽ കൊലയുടെയും കൊള്ളിവയ്പ്പിൻ്റെയും നാളുകൾ.
ഇവർ തമ്മിൽ ഈ ഗാങ്ങുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഒരു നിരന്തര സംഭവമായി മാറുന്നു. കാരണം സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോയി വേറെ സംഘങ്ങൾ ഉണ്ടാക്കിയവരെ ദാവൂദും ആ നേതാവിനെ തന്നെ ഇല്ലാതാക്കാൻ ഈ സംഘങ്ങളും ഏറ്റുമുട്ടുന്ന നാളുകളാണ്. പിന്നെ അത് ബോംബെ പോലീസിനും ഭരണാധികാരികൾക്കും വലിയ തലവേദന സൃഷ്ടിച്ച് ഇങ്ങനെ പോവുകയാണ്. 80കൾ മുഴുവൻ ഈ ഡി കമ്പനിയുടെ നിയന്ത്രണത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബോംബെ എന്ന മഹാനഗരം. അവിടെ ഭരണാധികാരികളെ ഇവർ സഹായിച്ചിട്ടുണ്ട്, ഇവരെ ഭരണാധികാരികൾ സഹായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൻ്റെയും അധോലോകത്തിൻ്റെയും കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു കാലം. ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി ധാരാളം സിനിമകളും അക്കാലത്തുണ്ടായിട്ടുണ്ട്. സിനിമാ താരങ്ങളെയും സിനിമാ പ്രൊഡ്യൂസർമാരെയും ഇവർ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇല്ലെങ്കിൽ താരങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന പ്രൊഡ്യൂസറെ വെടിവെച്ച് കൊല്ലുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെയും അരുൺ ഗൗലിയുടെയും ഛോട്ടാ ഷക്കീലിൻ്റെയും ഛോട്ടാ രാജൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ അധോലോകം ഇങ്ങനെ പൊളച്ച് വളർന്നങ്ങനെ നിൽക്കുന്ന 1993 ആയപ്പോഴത്തേക്കും വലിയൊരു സംഭവം ബോംബെയിലുണ്ടായി. അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്, ബോംബെ സ്ഫോടന പരമ്പര. 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ തന്നെ ബോംബെയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള പോരാട്ടമായിരുന്നു, ഏറ്റുമുട്ടലുകളായിരുന്നു. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ മുസ്ലിം സമുദായത്തിലാണ് കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ അതിനൊരു പ്രതികാരം ചെയ്യാൻ ഈ ദാവൂദ് ഇബ്രാഹിമും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും കാത്തിരുന്നു. പാകിസ്ഥാൻ്റെ ISIയുടെ പിന്തുണയോടുകൂടി അവിടുന്ന് പരിശീലനമൊക്കെ നേടി ബോംബുകൾ RDX എന്ന സ്ഫോടന വസ്തുക്കൾ കടലിലൂടെ കടത്തിക്കൊണ്ടുവന്ന് 1993 മാർച്ചിലെ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ബോംബെയിലെ 10-12 സ്ഥലങ്ങളിൽ തുടരെ ബോംബ് സ്ഫോടനങ്ങൾ. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു, ചെതറിപ്പോകുന്നു. ബോംബെ സ്തംഭിച്ചുപോയി, ബോംബെ നിശ്ചലമായിപ്പോയി, ബോംബെ തകർന്ന് തരിപ്പണമായി. ബോംബെയുടെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രം എന്ന ആ സ്ഥാനം ഏതാനും മാസങ്ങളിലേക്ക് നിശ്ചലമായിപ്പോയ നാളുകളായിരുന്നു. അവിടെ വെച്ച് രാഷ്ട്രീയ നേതൃത്വവും പോലീസും ഉണർന്നു. ഇതിങ്ങനെ ഇനി പോയാൽ പറ്റില്ല, ഇത് ബോംബെ എന്ന മഹാനഗരത്തിൻ്റെ നാശത്തിലേക്കാണ് പോകുന്നത്. കർശനമായ തീരുമാനങ്ങളെടുത്തു. പോലീസിന് മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടി, എല്ലാ അധോലോക നേതാക്കന്മാരെയും തീർത്തുകൊള്ളുക, അറസ്റ്റ് ചെയ്യേണ്ട, തീർത്തുകൊള്ളുക. അപ്പോൾ ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ പിന്നിൽ ദാവൂദ് ഇബ്രാഹിമും മേമനും ഉൾപ്പെടുന്ന ഒരു സംഘമാണെന്ന് തിരിച്ചറിഞ്ഞു. ദാവൂദും മേമനും പെട്ടെന്ന് തന്നെ രാജ്യം വിട്ടു, പാകിസ്ഥാനിൽ അഭയം തേടി. പക്ഷേ അവരുടെ സംഘങ്ങൾ ഇവിടെയുണ്ട്, അവർക്കെല്ലാം പോകാൻ കഴിയില്ല, 100 കണക്കിന് ആളുകളുണ്ട്. പോലീസ് അങ്ങോട്ട് റെയ്ഡ് ആരംഭിക്കുകയാണ്. ആ റെയ്ഡിൽ കാണുന്നിടത്ത് വെച്ച് തട്ടിക്കൊള്ളാനാണ് ഉത്തരവ്. അത് ഒഫീഷ്യലായത് ഉത്തരവല്ല, പോലീസിന് നിർദ്ദേശമാണ്. പോലീസ് അങ്ങ് റെയ്ഡ് ആരംഭിച്ചു. അതിന് നേതൃത്വം കൊടുത്ത ധീരരായ കുറേ പോലീസുകാരുണ്ട്. ഇന്ന് ബോംബെ നഗരം അധോലോകമില്ലാത്ത ഒരു നഗരമായി മാറിയെങ്കിൽ ആ 93 സ്ഫോടന പരമ്പരകൾക്ക് ശേഷമുള്ള ഏതാനും വർഷങ്ങൾ കൊണ്ട് ആ സംഘത്തെ ആകെ ഉന്മൂലനം ചെയ്തു കളഞ്ഞ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിരുന്ന കുറേ ധീരന്മാരായ പോലീസുകാർ. അതിലെ ഒരു പ്രധാനിയായിരുന്നു പ്രദീപ് ശർമ്മ. ലഷ്കർ എ തോയ്ബ ഉൾപ്പെടെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സംഘത്തിലുൾപ്പെടെ 100-ലേറെ ആളുകളെ എൻകൗണ്ടറുകളിലൂടെ തകർത്ത് കളഞ്ഞ ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായിരുന്നു ഈ ശർമ്മ. മറ്റൊരു സുപ്രധാന ആൾ വിജയ് സലാസ്കർ ആയിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം വിജയ് സലാസ്കർ. ഈ അരുൺ ഗൗലിയുടെയും ഛോട്ടാ രാജൻ്റെയും സംഘത്തെ ഇല്ലാതാക്കി കളഞ്ഞത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. 75-ലേറെ പേരെ തീർത്ത് കളഞ്ഞ മനുഷ്യൻ വെടിയുണ്ട കൊണ്ട് തീർത്ത് കളഞ്ഞു. അദ്ദേഹത്തിന് പക്ഷേ വിധി കാത്തു വെച്ചിരുന്ന മറ്റൊരു ദുരന്തമാണ്. പിന്നീട് 2008 മുംബൈ ആക്രമണം ഉണ്ടല്ലോ, പാകിസ്ഥാനിൽ നിന്ന് കടൽ കടന്നെത്തിയ തീവ്രവാദികൾ അവിടുത്തെ പ്രധാന ഹോട്ടലുകളെയൊക്കെ ആക്രമിച്ച ആ 2008 നവംബറിലെ ആക്രമണം, അതിൽ പോരാടാനിറങ്ങിയ വിജയ് സലാസ്കർ ഒരു തീവ്രവാദിയുടെ വെടിയേറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു. മറ്റൊരു ധീരനായ പോലീസ് ഓഫീസറായിരുന്നു ദയാ നായിക്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കർണാടകത്തിലെ ഏതോ ഉൾഗ്രാമത്തിൽ നിന്ന് തൊഴിൽ തേടി ബോംബെയിലെത്തി ഹോട്ടൽ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് പിന്നീട് പോലീസിലേക്കെത്തി ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായി മാറിയ മനുഷ്യൻ ദയാ നായിക്. ആ ഒരു മനുഷ്യൻ ദാവൂദ് ഛോട്ടാ രാജൻ സംഘത്തിലെ 75 പേരെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്, ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. സച്ചിൻ വാഡയും പ്രഫുൽ ഭോസ്ലെയും പോലുള്ള 2-3 പോലീസ് ഓഫീസർമാരുടെ ഉണ്ട്. അവർ ഈ പറഞ്ഞ തരത്തിലുള്ള എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. സർക്കാർ കൈയയച്ച് സ്വാതന്ത്ര്യം കൊടുത്തു, തീർത്തിട്ട് വരാൻ പറഞ്ഞു വിട്ടു. അവർ ആ സംഘത്തെ ഈ പറഞ്ഞ ആളുകളെല്ലാം കൂടെ ചേർന്ന് ഇല്ലാതാക്കി കളഞ്ഞു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏതാണ്ട് സുരക്ഷിതമായി യാത്ര ചെയ്യാവുന്ന അധോലോകത്തിൻ്റെ ആക്രമണങ്ങളില്ലാത്ത ഒരു മുംബൈയായി പഴയ ബോംബെ മാറിയത്. ഈ കഥകളൊക്കെ ഓർത്ത് ഞാനിങ്ങനെ കടൽത്തീരപാതയിലൂടെ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 1.5 കിലോമീറ്റർ അകലെ കടലിലൊരു പാറക്കെട്ട്. ആ പാറക്കെട്ടിൽ ഒരു പള്ളി, ഒരു മുസ്ലിം പള്ളി, ഹാജി അലി ദർഗ എന്നറിയപ്പെടുന്ന മുസ്ലിം പള്ളി. ശരി, അവിടേക്ക് പോകാം. അവിടെ നിന്നാവട്ടെ ഇനി സഞ്ചാരത്തിൻ്റെ ചിത്രീകരണം.
ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഈ അധോലോകത്തിൻ്റെ, ഈ ബോളിവുഡിൻ്റെ, അവിടുത്തെ സംഘർഷഭരിതമായ ജീവിതത്തിൻ്റെ ധാരാവിയുടെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കഥകളിലേക്കാണ് ഇനി സഞ്ചാരിയുടെ ഏർക്കുപ്പ് പോവുക. ഹാജി അലി ദർഗയിലേക്ക് ഞാൻ സഞ്ചാരം തുടർന്നു. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.